മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ആരംഭിച്ചു. മുഖ്യമന്ത്രി ഇന്ന് പുലർച്ചെയാണ് ബഹ്റൈനിൽ എത്തിയത്. നാളെ ബഹ്റൈനിൽ നടക്കുന്ന പ്രവാസി മലയാളി സംഗമമാണ് ആദ്യ പരിപാടി. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം ഇന്ന് ആരംഭിക്കുകയാണ്. രാവിലെ മുഖ്യമന്ത്രി ബഹ്റൈനിലെത്തി. ഇന്നു മുതൽ ഡിസംബർ ആദ്യം വരെ നീളുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നത്. സൗദിയിലേക്കുള്ള സന്ദർശനാനുമതി കേന്ദ്രത്തിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ആദ്യ പരിപാടി നാളെയാണ് ബഹ്റൈനിൽ. ബഹ്റൈൻ കേരള സമാജത്തിൽ വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബഹ്റൈനിലെ മലയാളം മിഷനും ലോക കേരള സഭയുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രി സജി ചെറിയാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസുഫ് അലി, ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസഡർ തുടങ്ങിയവരൊക്കെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഈ പരിപാടിയോട് UDF സഹകരിക്കുന്നില്ല. UDF അനുകൂല സംഘടനകളായ KMCC, OICC തുടങ്ങിയ സംഘടനകളൊന്നും ഈ പരിപാടിയോട് സഹകരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി എത്തുന്നത് എന്നാണ് ഇവരുടെ പരാതി. അതിനു പുറമെ നേരത്തെ ബഹ്റൈൻ സന്ദർശിച്ച സമയത്ത് മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റിയിട്ടില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിക്ക് ഔദ്യോഗിക പരിപാടികൾ ഒന്നും ഇല്ല. നാളെയാണ് പൊതുപരിപാടികൾ ആരംഭിക്കുന്നത്. ഒക്ടോബർ 24 ഒമാനിലെ മസ്കത്തിലും 25 സലാലയിലും 29 ഖത്തറും മുഖ്യമന്ത്രി സന്ദർശനം നടത്തും. അതിനുശേഷം നവംബർ 5 കുവൈത്തിലും നവംബർ 8 അബുദാബിയിലും ഡിസംബർ 1 ദുബായിലുമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ഈ മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനത്തിന് കേന്ദ്രാനുമതി ലഭിച്ചപ്പോൾ സൗദിയെ ഒഴിവാക്കിയിട്ടുണ്ട്. സൗദി സന്ദർശനം ഈ മാസം 17 മുതൽ 19 വരെ ആണ് നിശ്ചയിച്ചിരുന്നത്. ജിദ്ദയിലും ദമാമിലും റിയാദിലും പരിപാടികൾ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഈ ഗൾഫ് സൗദി സന്ദർശനത്തിന് അനുമതി കിട്ടാത്തൊരു സാഹചര്യത്തിൽ ബഹ്റൈൻ പൊതുപരിപാടി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി കേരളത്തിലേക്ക് തന്നെ മടങ്ങും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.